സ്ഥിരമായുള്ള ജോലികളിലൊക്കെ മടുത്ത് ഞാനും സുജിയും കൂടെ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു യാത്ര നടത്താനായിട്ട് തീരുമാനിച്ചു. അതിനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കിൽക്കനി എന്ന് പറയുന്ന അയർലൻഡിൻ്റെ പൗരാണിക നഗരമാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ അയർലൻഡിൻ്റെ പഴയ കാലത്തേക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അയർലൻഡിലേക്ക് നമ്മൾ എത്തിയൊരു ഫീലാണ് ഈ നഗരത്തിൽ വരുമ്പോൾ കിട്ടുക. പഴയ കാസലുകളും ചർച്ചുകളും ബിൽഡിങ്ങുകളും ഇതുവരെ മാറാത്ത ആ ഒരു കൾച്ചറിൻ്റെ ആ ഒരു പ്രതിനിധികളെ പോലെ ഇപ്പോഴും ഈ നഗരത്തിൽ കാണാൻ സാധിക്കും. സോ ആ ഒരു നഗരത്തിലേക്ക് നമ്മൾ നടത്തിയ ഒരു ചെറിയ യാത്രയാണ് ഈ വ്ലോഗ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരു ഉച്ച കഴിഞ്ഞ് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞാനും സുജിയും കിൽക്കനിയിലെത്തിയത്. ട്രെയിനിലായിരുന്നു യാത്ര. വന്നിറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഒരു ഇരുണ്ട കാലാവസ്ഥയായിരുന്നു, അയർലൻഡിൻ്റെ സ്ഥിരമായ ഒരു കാലാവസ്ഥ. ആ ഒരു കാലാവസ്ഥയിൽ ഞങ്ങളൊന്ന് ചെറിയൊരു നടത്തത്തിന് ഇറങ്ങിയായിരുന്നു. ടൗണ് വിട്ട് ടൗണിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ സൈഡിലൂടെയുള്ള ഒരു വഴിയിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. വളരെ ക്വയറ്റായിരുന്നു, വളരെ രസമുള്ളൊരു വാക്കായിരുന്നു. നമുക്കിപ്പോൾ ഒരല്പം ശാന്തതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഞാൻ ഡബ്ലിനിൽ നിന്നുള്ള യാത്ര വളരെ ഹെക്റ്റിക്കായിരുന്നു. അതിനോടൊപ്പം തന്നെ ഡബ്ലിനിലെ ജീവിതവും ഹെക്റ്റിക്കാണ്, ഭയങ്കര ബിസിയാണ്. സോ അതിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമായി ഒഴുകുന്ന നടന്നു പോകുന്നൊരു നഗരത്തിലെത്തിയപ്പോൾ, ഒരു കുഞ്ഞു ടൗണിലെത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ക്വയറ്റ്നെസ്സൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ നടുക്കൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്, റിവർ നോർ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ബണ്ട് പോലെ കിട്ടിയിട്ടുണ്ട്. അതിലൂടെ വെള്ളം ഒഴുകുന്ന കാഴ്ചയൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ ഒരു ശബ്ദമുണ്ട്. അയർലൻഡിലെ മറ്റേതൊരു നഗരത്തെയും പോലെ തന്നെ ഒരു നദിക്ക് ചുറ്റുമായിട്ടാണ് കിൽക്കനിയും ഡെവലപ്പായിരിക്കുന്നത്. എന്നാൽ മറ്റ് നഗരങ്ങളിലില്ലാത്തൊരു കാര്യം ഇവിടെയുണ്ട്, ശാന്തത. ഞങ്ങൾ രണ്ടുപേരും അത് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഈ നദിയുടെ കൈവഴിയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു തെറാപ്പി പോലെ തന്നെ വളരെ റിലാക്സിങ് ആണ്. ഞങ്ങൾക്ക് രണ്ടാൾ കുറേ നേരം അവിടെ ഇങ്ങനെ നടന്നു. ഞാനും ഉണ്ടായിരുന്നു ഈ യാത്രയിൽ, പക്ഷേ ഈ മനുഷ്യൻ എന്നെ ഒന്നിനും കയറ്റിയിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞു, അങ്ങനെ എന്നെ ഇട്ട് നടത്തിച്ച് എനിക്ക് വിശന്ന് കുഴഞ്ഞു വന്ന് അവസാനം ഞങ്ങളിവിടെ ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ വെച്ച് കിട്ടിയതാണ് പപ്പടം. ഞങ്ങളിപ്പോൾ പപ്പടം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വിശന്നിട്ട് വരികയാണ്. കുറച്ച് നേരത്തെ നടത്തതിന് ശേഷം ആഹാരവും കഴിച്ച് ഞങ്ങളുടെ B&B റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ബാക്കി ഇനി നാളെ ഈ സിറ്റി മുഴുവനും ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതുവരെ ഒന്ന് റിലാക്സ് ചെയ്യണം. Myself wondering what did happen to the last 10. I ran away with my life, fast forward. ഞങ്ങളുടെ അടുത്ത ദിവസം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റും ഐറിഷ് ടീയും കഴിച്ചുകൊണ്ടാണ്. ഇതുപോലുള്ള ഹോട്ടലുകളിലും B&Bകളിലും താമസിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ഫുഡും ഒക്കെ തന്നെയാണ്. ഇവിടെ 1-2 ഓപ്ഷൻസ് മാത്രമേ മെയിനായിട്ട് കാണുകയുള്ളൂ. ഒന്നുകിൽ ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോറിഞ്ചും ഫ്രൂട്ട്സും പിന്നെ കുറച്ച് കേക്കും ഒക്കെ ആയിട്ടാണ്. സോ ഞാൻ എപ്പോൾ നോക്കിയാലും ഏത് ഹോട്ടലിൽ താമസിച്ചാലും ആദ്യം ചൂസ് ചെയ്യുക ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. പണ്ടാരോ പറഞ്ഞ പോലെ വെറുത്ത് ആ വെറുപ്പിൻ്റെ അവസാനം എനിക്ക് ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു തുടങ്ങി. അയർലൻഡിലൊരു സൈറ്റ് സീയിങ്ങിന് ഒരു യാത്രയ്ക്ക് ഒരു ടൂറിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 75% നിങ്ങൾക്ക് നിരാശയായിരിക്കും പറയാം. കാരണം ഈ രാജ്യത്തിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയിലാണ്. മഴയൊന്നുമില്ലാത്ത. പക്ഷേ എന്നാൽ മഴയില്ലാത്ത കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ കുറവാണ്. എപ്പോഴും മഴയും അല്ലെങ്കിൽ ഒരു മൂടിക്കെട്ടിയ ഒരു ഇരുണ്ട അന്തരീക്ഷമാണ്. സോ ഇന്നും മാറ്റമൊന്നുമില്ല. ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പേരറിയോ?
ബട്ടർ സ്ലിപ്പ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ പണ്ട് ഇഷ്ടംപോലെ ബട്ടർ വെൻഡേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെയാണ്. അപ്പോൾ ഈ ബട്ടർ വെൻഡേഴ്സ് നമ്മൾ ഇപ്പോൾ അയർലൻഡിൽ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഫേമസ് ആയിട്ട് കാണുന്ന ഒരു ബട്ടറിൻ്റെ പേര് പറ. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു അപ്പച്ചൻ മേടിച്ചോണ്ട് പോയായിരുന്നല്ല, കിൽക്കനി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കിൽക്കനി. അപ്പോൾ ആ പേരിലുള്ളത് വരുന്ന ബ്രാൻഡുകളൊക്കെ ഫസ്റ്റ് ഇവിടെ വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത്, ബട്ടർ സ്ലിപ്പ്. പണ്ട് ഒരുപാട് ബട്ടർ വെൻഡേഴ്സ് കച്ചവടം ചെയ്തിരുന്ന അല്ലെങ്കിൽ ബട്ടർ ഉണ്ടാക്കിയിരുന്ന ഒരു സ്ഥലം എന്ന നിലയിലാണ് ഈ ബട്ടർ സ്ലിപ്പ് ഫേമസ് ആയിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു സ്ഥലമൊന്നുമല്ല, ഒരു ചെറിയൊരു കോറിഡോറാണ്. നമുക്കൊന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് മാത്രം കൊണ്ട് നമുക്ക് ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് നടന്നെത്താവുന്ന അത്രയും ചെറുതായിട്ടുള്ള ഒരു കുഞ്ഞു കോറിഡോറാണ് ഈ ബട്ടർ സ്ലിപ്പ് എന്ന് പറയുന്നത്. എന്തോ ഒന്ന് കിൽക്കനിയിലെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഡബിളിനെക്കാളും പാവമുള്ള ആൾക്കാരാണ് തോന്നുന്നത്. കാരണം ഇവര് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ജാങ്കോ ലുക്ക, എല്ലാവരും എടുത്തിട്ട് ഇടിക്കുമെന്ന് തോന്നും, പക്ഷെ ഭയങ്കര പാവങ്ങള്. ഞങ്ങളൊരു വഴിയിൽ നിന്ന് ഞാനിന്നെ സുജിക്ക് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു അപ്പച്ചൻ നല്ല പ്രായമുള്ള അപ്പച്ചൻ ഓടി വന്നിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ടാണ് വിളിക്കാൻ. എന്നാലും വന്നിട്ട് ഞങ്ങളുടെ തോന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ 2 ഫോട്ടോ ഒരുമിച്ച് എടുത്തു തരാമെന്ന് പറഞ്ഞു. അത് ഭയങ്കര രസമായിരുന്നു. അപ്പച്ചൻ വന്ന് വലിയ കാര്യമായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ വേറൊരു അമ്മച്ചി വന്നിട്ട് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. സോ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് മാറുകയാണ്. ഇനി ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് നല്ല ആൾക്കാർ, കുറ്റം പറയുന്നില്ല, വളരെ നല്ല ആൾക്കാർ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ബായ്. അതാണ് അപ്പച്ചൻ നമുക്ക് ഫോട്ടോ എടുത്തു തന്ന അപ്പച്ചൻ. ബട്ടർ സ്ലിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മെഡീവിയൽ മ്യൂസിയം ഓഫ് കിൽക്കനിയിലേക്കാണ്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ചരിത്രം അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ആ സ്ഥലത്തുള്ള ഒരു മ്യൂസിയം സന്ദർശിക്കുക എന്നുള്ളതാണ്. ഇവിടെ അയർലൻഡിലെ ഏത് സിറ്റിയിൽ പോയാലും ഒരു കുഞ്ഞു മ്യൂസിയം ഉണ്ടാവും. അവിടെ അവരുടെ ചരിത്രങ്ങളും അവരുടെ ജീവിത രീതികളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സോ ഞങ്ങൾ ഈ കിൽക്കനിയിലെ മെഡീവിയൽ മ്യൂസിയം ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. ഈ മ്യൂസിയം ഒരു കുഞ്ഞ് ചർച്ചാണ്, പഴയ പണ്ടുകാലത്തെ ചർച്ചാണ്. ആ ചർച്ച് ഇപ്പോൾ അവർ മാറ്റി ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു ചെറിയ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മ്യൂസിയത്തിലോട്ടുള്ള പ്രവേശനം നമുക്ക് കിട്ടും. ആകെ 1-2 ജീവനക്കാരെ മാത്രമേ ഞാനിവിടെ കണ്ടിട്ടുള്ളൂ. ആ മ്യൂസിയത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നമുക്കൊരു ഗൈഡിൻ്റെ പോലും ആവശ്യമില്ല. എല്ലാം പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമുക്കെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന രീതിയിലാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന പോലെ തന്നെ അതൊരു ആ മ്യൂസിയത്തിൻ്റെയും ആ നാടിൻ്റെ ഒരു മാപ്പും ചരിത്രവും എല്ലാം ഈ വലിയൊരു ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അവർ. അതിനോടൊപ്പം തന്നെ ഈ ഫീസ് കൊടുത്ത് നമ്മൾ എൻട്രൻസ് അകത്തോട്ട് എൻട്രി നേടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അവരൊരു കയ്യിലൊരു ഡിവൈസ് തരും. ആ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെയുള്ള ഓരോ സാധനങ്ങളുടെ അടുത്ത് ചെന്നാലും അതിനെക്കുറിച്ചുള്ള ചരിത്രവും കഥയും കാര്യങ്ങളും എല്ലാം അതിലൂടെ നമുക്ക് ആ റെക്കോർഡിങ്സിലൂടെ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഗൈഡിൻ്റെ ആവശ്യം നമുക്കവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ നിങ്ങൾ ഇവിടുത്തെ ഈ മ്യൂസിയത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തരുന്നത് ഒരു ഓഡിയോ പ്ലേ ചെയ്യുന്നൊരു സാധനമായിരിക്കും. ഓഡിയോ ഗൈഡാണിത്. സോ ഒരു €9 കൊടുത്തു കഴിഞ്ഞാൽ അവരിത് തരും. നിങ്ങൾക്ക് ഇതകത്ത് കയറി നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടുത്തുള്ള ഓഡിയോയുടെ എനേബിൾഡ് ചെയ്യുന്ന ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടാകും. അതിൽ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ ഇതിൽ അതിനെക്കുറിച്ചുള്ള അവിടെയുള്ള സാധനത്തെക്കുറിച്ചുള്ള ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരും. Myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe
ചരിത്രം എന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ പുറകെ പോവുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എൻ്റെ പുറകെ വരിക എന്നുള്ളതാണ് സുജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലാതെ അവൾക്ക് ചരിത്രത്തോട് വലിയ പ്രിയമുണ്ടായിട്ടല്ല. ഷി ലവ്സ് ട്രാവലിംഗ് വിത്ത് മീ. ലോകത്തുള്ള എല്ലാ ദൈവങ്ങൾക്കും ഒരേ സ്വഭാവമാണെന്നതാണ് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്. ഈ ദൈവങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ പ്രമാണിമാരും പണക്കാരുമായിരിക്കും. പാവങ്ങൾക്കെല്ലാം എപ്പോഴും പള്ളിക്ക് പുറത്തും പ്രമാണിമാർക്ക് പള്ളിക്കുള്ളിലുമായിരിക്കും സ്ഥാനം എന്നതാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഓരോ കല്ലറകളും ഇവിടുത്തെ വലിയ വലിയ പ്രഭു കുടുംബങ്ങളുടെ ആയിരുന്നു. ആസ് യൂഷ്വൽ ഇവിടെ നല്ല മഴയാണ്. എനിവേ അതൊന്നും ഒരു വിഷയമല്ല. അയർലൻഡിൻ്റെ കാലാവസ്ഥ ഇത് തന്നെയാണ്. എനിവേ എൻ്റെ പുറകിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൽക്കെന്നി കാസിലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്താണ് ഇത്രയധികം കാസിലുകൾ ഉണ്ടാവാൻ കാരണമെന്ന്? ഈ കാസിലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ നാടുവാഴികൾ അവരുടെ ഭരണകേന്ദ്രം അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലമാണ് കാസിൽ എന്ന് പറയുന്നത്. എത്രത്തോളം വലിയ കാസിൽ ഉണ്ടാകുന്നോ അത്രത്തോളം പ്രൗഢി അവർക്കുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ അതിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നാടുവാഴിയായിരിക്കും ഈ രാജ്യത്തിൻ്റെ രാജാവ് എന്ന് പറയുന്നത്. അതുപോലെ കിൽക്കെന്നി എന്ന് പറയുന്ന നാടുവാഴി താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ കിൽക്കെന്നി കാസിൽ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഞങ്ങളുള്ളത് കിൽക്കെന്നി കാസിലിൻ്റെ അകത്താണ്. ജസ്റ്റ് ഒന്ന് ചുറ്റും കാണിച്ചു തരാം. വളരെ വലിയൊരു കാസിലാണ് മൊത്തത്തിൽ. കാസിലിൻ്റെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ പുരാവസ്തുക്കളുടെ ഒരു കമനീയമായ ശേഖരം തന്നെയുണ്ട്. ഒരുപാട് പിക്ചറുകളും ഒരുപാട് പഴയ ഫർണിച്ചറുകളും ആ കാലഘട്ടത്തിൻ്റെ ആ ഒരു ജീവിത രീതിയും അവരുടെ ആ ഒരു പ്രൗഢിയും ഒക്കെ എടുത്തറിയിക്കുന്ന ഒരു വലിയ ശേഖരം തന്നെയുള്ള ഒരു വലിയൊരു കാസിലാണ് കിൽക്കെന്നി കാസിൽ എന്ന് പറയുന്നത്. ഇതിനകത്തൂടെ നടക്കുന്നത് തന്നെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു ടൈം ട്രാവലിംഗ് മെഷീനിൽ കയറി ടൈം ട്രാവൽ ചെയ്ത ഒരു ഫീല് നമുക്ക് കിട്ടും. കാരണം അതിൻ്റെ ആ ഒരു വലിപ്പം അത്രയുണ്ട്, അതിൻ്റെ ഒരു പ്രൗഢി അത്രയുണ്ട്. കിൽക്കെന്നി കാസിലിന് ഓപ്പോസിറ്റായിട്ട് ബട്ട്ലർ ഹൗസ് ആൻഡ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറുതല്ല ഒരു വലിയൊരു മാർക്കറ്റ് പോലൊരു സംഭവമുണ്ട്. അവിടെ ഒരു ഗാർഡൻ ഉണ്ട്, അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിൽക്കെന്നിയുടെ തന്നെ സുവനീറുകൾ പലതും കിട്ടും. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഗാർഡനിലൂടെയൊക്കെ ചെറുതായിട്ടൊന്ന് നടക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് ആവശ്യമുള്ള ഫുഡും മേടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ എന്തായാലും ഈ ബട്ട്ലർ ഹൗസ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ട്ലർ ഫാമിലിയാണ് ഈ നമ്മുടെ കിൽക്കെന്നി കാസിൽ ഓൺ ചെയ്യുന്നത്. അവരാണ് ഈ പണ്ട് കാലത്ത് ഈ ബട്ട്ലർ ഹൗസും ഈ ഗാർഡനും എല്ലാം അവരെ നിർമ്മിച്ചത് അവരാണ്. സോ ഈ നാടിൻ്റെ നാട്ടുവാഴികൾ എന്ന് പറഞ്ഞ ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബട്ട്ലർ ഫാമിലിയാണ്. കിൽക്കെന്നി കാസിലിൽ നിന്ന് ഞങ്ങൾ നേരെ പോയെന്ന് പറഞ്ഞാൽ ടാൽബോട്ട് ടവർ എന്ന പേരുള്ള ഒരു ടവറിനടുത്തേക്കാണ്. പണ്ട് ഐറിഷ് ഹിസ്റ്ററിയിൽ ഒരുപാട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ അതിൻ്റെ ശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ടാൽബോട്ട് ടവറിൻ്റെ റൂയിൻസ് മാത്രമാണ് ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഇത് വർക്കിംഗ് അല്ല. ഇവിടെ കയറി ആർക്കും കാണാൻ സാധിക്കില്ല. ഈ കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയാത്തത് കൊണ്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ അവിടെ എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ കിൽക്കെന്നി കാസിൽ നിന്ന് ഞങ്ങളൊരു 600 മീറ്റർ മാറി നടന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ടാൽബോട്ട് ടവർ എന്ന് പറയുന്നത്. ഈ ടവർ പണ്ട് ഇവിടുത്തെ സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കെട്ടിയൊരു ടവറാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന് വന്നപ്പോൾ വളരെ ചെറിയൊരു കുഞ്ഞു ടവറാണ്. വലിയ അങ്ങനെ പ്രത്യേകതയൊന്നും കണ്ടില്ല. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കാണാനൊന്നുമില്ല. അവരവിടെ മുകളിലോട്ട് കയറാനുള്ള വഴിയൊക്കെ അടച്ചേക്കുവാണ്. സോ വന്നത് വെറുതെ ആയി എന്ന് തോന്നുന്നു. സോ ഞങ്ങൾ ഇതുകൊണ്ട് തിരിച്ചു പോകുന്നു. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ലപോലെ വിശക്കാനായിട്ട് തുടങ്ങി. സോ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇവിടെ ഒന്നും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ കയറാനുള്ള ഒരു പ്ലാനും ഞങ്ങൾക്കില്ല. കാരണം അയർലൻഡിലുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളെന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റിന് അത്ര നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലല്ല ഉണ്ടാക്കുന്നത്. അത് കൂടുതലും ഇവിടെയുള്ള ലോക്കൽസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്പൈസൊക്കെ കുറച്ച് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് നിരാശയായിരിക്കും ഫലം.
സോ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് അധികം കഴിക്കാറില്ല. സോ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഇത്തവണ ചൈനീസോ ജാപ്പനീസോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ നല്ല അടിപൊളി ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. അവിടെ പോയിട്ട് നല്ല അടിപൊളി ജപ്പാൻ വിഭവങ്ങളായ ഡോൺബൂരി റൈസ് അത് സുജി കഴിച്ചു. പിന്നെ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയ്മൻ, സീ ഫുഡ് റെയ്മൻ എന്ന് പറയും. സോ ചിക്കൻ ആൻഡ് സീ ഫുഡ് റെയ്മൻ. സോ അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. സോ ഞങ്ങൾ രണ്ടാളും നല്ല വയറ് നിറച്ച് കഴിച്ചു. ശരിക്കും ലിറ്ററലി വയറ് നിറഞ്ഞു പോയി. കാരണം ജപ്പാൻകാരുടെ ഫുഡിൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും ഭയങ്കര കൂടുതലായിരിക്കും. അത് ഈവൻ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയാലും അങ്ങനെ തന്നെയാണ്. സോ കഴിച്ച് ഞങ്ങളുടെ വയറ് പൊട്ടുന്ന രീതിയിലായിപ്പോയി. അപ്പോൾ ഇതോടുകൂടി വിശേഷം ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്, നമുക്ക് ഒരു 24 മണിക്കൂർ ഉണ്ടായിരുന്നു അല്ലേ? 24 ഓൾമോസ്റ്റ് 24 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 24 മണിക്കൂറിൽ 12 മണിക്കൂർ ഉറങ്ങി തീർത്ത്. സുജി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവളെ കൊണ്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ എല്ലാം ഒരു 800-900 വർഷങ്ങൾക്ക് മുന്നേയുള്ള സംഭവങ്ങളാണ്. ഫുള്ളി ഇവിടുത്തെ സിറ്റി ഫുൾ അത് തന്നെയാണ്. സോ ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പഴയ ബിൽഡിങ്ങുകളും ഈ യൂറോപ്പിൻ്റെ പഴയ ചരിത്രമൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാം വരാൻ പറ്റിയ സ്ഥലം അല്ലേ? നമ്മൾ ഹിസ്റ്ററി കൂടെയാണ്. അതെ, ലിറ്ററലി ഏത് ബിൽഡിംഗ് എടുത്ത് നോക്കിയാലും പഴയതാണ്, ഭയങ്കര പഴയത് അല്ലേ? എല്ലാം വർഷങ്ങളോളം 100 കണക്കിന് വർഷം പഴയ ബിൽഡിങ്ങുകൾ. പുതിയ ബിൽഡിങ്ങുകളൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഭയങ്കര കുഞ്ഞാണ്. നമ്മൾ പോയ സിറ്റികളിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുഞ്ഞാണ് സിറ്റി. കുഞ്ഞു സിറ്റിയാണ്. അതെ അതെ. അതുകൊണ്ട് എല്ലാം ഒരു 300 മീറ്റർ 600 മീറ്റർ അടുത്ത് തന്നെ നടന്ന് കാണാൻ പറ്റും. നമുക്കൊരു ദിവസം കിട്ടുവാണെങ്കിൽ രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഒരു 9 മണി തൊട്ട് ഇവിടുത്തെ എല്ലാ അട്രാക്ഷൻസും തുറക്കും. അവിടെയെല്ലാം നമുക്ക് നടന്ന് ഒരു ദിവസം മുഴുവൻ വൈകുന്നേരം വരെ നടന്ന് കാണാനുള്ള സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ദൂരെ പോകണമെങ്കിൽ അതിനുമുണ്ട്. പക്ഷേ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാ സംഭവങ്ങളും നമുക്ക് നടക്കാനുള്ള ദൂരത്തിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡിൻ്റെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ കണ്ടല്ലോ, നമുക്ക് വളരെ എല്ലാം ഇവിടെ ബാറുകളും ഐറിഷ് ബാറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലത് ആണെങ്കിൽ ഒരു ഒറ്റ ഇന്ത്യൻ റെസ്റ്റോറൻറ്റേ കണ്ടുള്ളൂ. പിന്നെ ജാപ്പനീസും ചൈനീസും ഇതൊക്കെ ഒന്ന് ലിമിറ്റഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത്രയേ ഉണ്ടായിരുന്നു. അപ്പോൾ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്ത വരുന്ന വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്രയാവുന്നതാണ്.